ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സിൽ ഇന്ന് അർജുന്റെ ഫാമിലി വന്നിട്ടുണ്ട്. അപ്പോൾ അർജുന്റെ അമ്മയും ചേച്ചിയുമാണ് വന്നിരിക്കുന്നത്. അവര് വന്നിട്ട് അവരെല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അർജുനും ശ്രീതും തമ്മിലുള്ള ഒരു കോംബോ. ആ കോംബോ പ്രേക്ഷകരിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട്, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുമുണ്ട്. അതായത് ശ്രീതു സേഫ് ഗെയിം കളിക്കുന്നു, ഈ ഒരു കോംബോ കൊണ്ടാണ് ശ്രീതു അവിടെ നിന്ന് പോകുന്നത് എന്നൊക്കെ പറയുന്ന ആൾക്കാരുമുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീതുവിന്റെയും അർജുന്റെയും കോംബോ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്യുന്ന പ്രേക്ഷകരുമുണ്ട്. അപ്പോൾ വീട്ടുകാർക്ക് എന്തായാലും യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. അർജുന്റെ വീട്ടുകാർ എന്തായാലും ഹാപ്പിയാണ്. അവരുടെ ചേച്ചിക്കാണെങ്കിൽ ശ്രീതുവിനെ ഭയങ്കര ഇഷ്ടമായി, അതിൽ അമ്മയ്ക്കും ഇഷ്ടമായി. അവർ പറയുന്നുണ്ട് നല്ല ക്യൂട്ടാണ്, അതുപോലെ ശ്രീതുവിന്റെ സംസാരം കേൾക്കാൻ രസമാണ്, അർജുന എന്നുള്ള വിളി കേൾക്കാൻ രസമാണ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ അവർ നല്ല രീതിയിൽ തന്നെ ശ്രീതുവിനോട് സംസാരിക്കുന്നു, ശ്രീതുവിനെ വിളിച്ചടുത്തിരുത്തി സംസാരിക്കുന്നു. നമ്മളതെല്ലാം കണ്ടതാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഇനി ശ്രീതുവിന്റെ അമ്മയും കൂടി വരണം, അപ്പൊ ശരിയാവും, ശ്രീതുവിന്റെ അമ്മയും വന്ന് അമ്മയ്ക്കും ഇഷ്ടപ്പെട്ട കല്യാണം ഉറപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ മെസ്സേജുകൾ ഞാൻ കണ്ടു. അപ്പൊ ചില ആൾക്കാർ പറയുന്നുണ്ട് എന്താ ശ്രീതു ഇനി വോട്ട് ചെയ്യണം, ശ്രീതുവിന് വോട്ട് ചെയ്യണം, ശ്രീതുവിന് അർജുന്റെ വോട്ടും കൂടി ശ്രീതുവിന് കൊടുക്കണം. പക്ഷെ വേറെ ആൾക്കാർ പറയുന്ന ശ്രീതുവിന് വോട്ട് കൊടുക്കരുത്, അപ്പോൾ വോട്ട് സ്പ്ലിറ്റ് ആയി പോകും, ദിൽഷയെ പോലെ ആകും, ശ്രീതു കുറച്ചളയുമ്പോൾ പോകും. അങ്ങനെ 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 പല 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 കമന്റുകളും വരുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഓരോരുത്തർ ആഗ്രഹിച്ചൊരു കാര്യമാണ് ശ്രീതുവിന്റെ അമ്മ അവിടെ വരണമെന്ന്. അങ്ങനെ ഫൈനലി ശ്രീതുവിന്റെ അമ്മ വന്നു. ശ്രീതുവിന്റെ അമ്മ വന്നപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ, അതായത് ശ്രീതുവിന്റെ അമ്മയും കൂടി വന്നിട്ട് അമ്മയ്ക്കും ഇഷ്ടമായാൽ ഈ മാരേജ് ഉറപ്പിക്കാൻ നടന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ കമന്റ് ബോക്സിൽ കണ്ടതാണ്. അവരുടെയൊക്കെ കാര്യം തീർന്നു. ശ്രീതുവിന്റെ അമ്മ വന്നു, ശ്രീതുവിന്റെ അമ്മ മോളോട് സംസാരിക്കുന്നുണ്ട്. അവരെല്ലാവരോടൊക്കെ സംസാരിക്കുന്നു എങ്കിലും തന്നെ അത്ര അങ്ങോട്ട് ഒരു എന്താ പറയാ, ഒരു ഭയങ്കര ഹാപ്പിയാണ് എന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല അവര് അർജുന്റെ ഫാമിലിനെയൊക്കെ ഒരു അവോയ്ഡ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്, അങ്ങനെ അധികം സംസാരിക്കാതൊക്കെ. അതിനുശേഷം അർജുന്റെ ചേച്ചി വന്ന് അവരോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവര് ചോദിക്കുന്നതിന് മറുപടി കൊടുക്കുന്നല്ലാതെ ഒരുപാട് അങ്ങോട്ട് അറ്റാച്ച്മെന്റ് ആയിട്ടൊന്നും അവർ സംസാരിക്കുന്നില്ല. മാത്രമല്ല അവര് ശ്രീധുവിനോട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് രാത്രി നേരത്തെ പോയി കിടക്കണം. നമുക്കറിയാം രാത്രിയുള്ള സംസാരം അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പാണത്. ശ്രീതുവും അർജുനും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ്. രാത്രി ഒരുപാട് സംസാരിക്കുന്നു. ആ ഒരു കോംബോ എന്താണെങ്കിലും അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ ഒരു കാര്യം അവരുടെ മുഖത്തുമുണ്ട്, അവരുടെ സംസാരത്തിൽ മോനെ വെച്ചുള്ള സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അമ്മയെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല, കാരണം അവരുടെ മോളാണ്. പെൺമക്കളെ കുറിച്ച് എപ്പോഴും അമ്മമാർക്ക് ഒരു എന്താണ് വേവലാതി ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഈ ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു 3 ആഴ്ച കൊണ്ട് തീരുന്നതല്ല ശ്രീതുവിന്റെ ഭാവി. അവർക്കൊരു നല്ല കരിയർ ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഇപ്പൊ അവിടെ കിടന്ന് കുറെ കോംബോ കളിച്ച് പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് ജീവിക്കേണ്ടതല്ലേ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ അമ്മമാർക്ക് അവർ തിങ്ക് ചെയ്യുന്നുണ്ടാവും. മാത്രമല്ല സോഷ്യൽ മീഡിയാസിൽ വരുന്ന കമന്റുകളെല്ലാം വായിക്കുന്നുണ്ടാവും. അപ്പൊ അർജുന്റെ ഫാമിലി ഇടപെട്ടതുപോലെ ആയിരിക്കില്ല ഒരു പക്ഷെ ശ്രീതുവിന്റെ അമ്മ അവരും വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ മനസ്സിലുള്ള ആ ഒരു കാര്യം, അതായത് അവർക്ക് ആ കോംബോ തീരെ ഇഷ്ടമല്ല എന്നുള്ളത് അവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലായി. അതുമാത്രമല്ല അവർ പറയുന്നുണ്ട് നിനക്ക് ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നിനക്ക് നന്നായിട്ട് ഡാൻസ് കളിക്കാൻ അറിയാം, നീ നന്നായിട്ട് പാട്ട് പാടും, നിനക്ക് അതൊക്കെ ചെയ്തുകൂടി, നീ അതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തുകൂടി, അതുപോലെ മറ്റുള്ള കണ്ടസ്റ്റന്റ് ആയിട്ടൊക്കെ നീ ഒരുപാട് സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് അർജുനായിട്ടുള്ള ആ ഒരു കോംബോ തീരെ അവർക്ക് പിടിച്ചിട്ടില്ല അമ്മയ്ക്ക്. മാത്രമല്ല രാത്രി നേരത്തെ പോയി കിടന്നുറങ്ങണം എന്നും പറയുന്നുണ്ട്. കൂടുതലായിട്ട് പറയാൻ പറ്റില്ല എങ്കിലും പുറത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം അമ്മ കുറച്ച് ഹിന്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോളോട് പറയുന്ന ഒരു കാര്യം, നീ ഇവിടെ തീർന്നു എന്റെ അത് തീർന്നു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നെങ്കിൽ നിനക്ക് ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് എന്താണ് നിനക്ക് ആവശ്യം, എന്താണ് നിനക്ക് തീർന്നത്, എന്താണ് ആവശ്യമെന്ന് നിനക്ക് പറഞ്ഞുകൂടെ. ഇവിടെ മറ്റുള്ള കണ്ടസ്റ്റൻസ് എല്ലാം വന്ന് പറയുന്നുണ്ടല്ലോ ക്യാമറയുടെ മുമ്പിൽ, അതുപോലെ നിനക്ക് എന്താണ് പറഞ്ഞാലെന്നൊക്കെ ചോദിച്ച് അവർ മകളെ ഉപദേശിക്കുന്നതാണോ, ഒരു സംസാരങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് എന്താണെങ്കിലും. അപ്പൊ ആ ഒരു അമ്മ അങ്ങനെ വന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ശ്രീതുവിന്റെ കാര്യത്തിൽ, അതായത് ശ്രീതു തീർന്നു, ശ്രീതു എവിക്റ്റഡ് ആവും, ശ്രീതുവിന് ഇനി വോട്ടില്ല, അർജുന്റെ വോട്ടാണ് ശ്രീതുവിന് കിട്ടിയത്, ശ്രീതുവിന്റെ അമ്മ ഭയങ്കര സാധനമാണ്, ഭയങ്കര പൊങ്ങച്ചക്കാരിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറയുന്നുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ശ്രീതുവിന്റെ അമ്മയുടെ സ്ഥാനത്ത് നമ്മൾ ആരെങ്കിലും ആണ്, നമ്മുടെ പെൺമക്കളാണ് അവിടെ അങ്ങനെ ഒരു കോംബോ വിളിച്ച് ഒരു 3 ആഴ്ച ഒരു 4 ആഴ്ച കൊണ്ട് തീരുന്നതല്ല ആ പെൺകുട്ടിയുടെ ജീവിതം എന്ന് ആലോചിക്കുക. അപ്പൊ അവര് പറയുന്നത് എന്താണ്, ഇവിടെ ഇൻഡിവിജ്വൽ ആയിട്ടാണ് നീ കളിക്കാൻ വന്നത്, നീ ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കുക, ശരിയല്ലേ. നമ്മളവിടെ എല്ലാവരും അവിടെ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് ആയിട്ടാണ്. അവർ ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കണം. ഇൻഡിവിജ്വൽ ആയിട്ട് കളിച്ച് ഒരു കപ്പ് നേരിട്ട് അതല്ലേ നല്ലത്. അല്ലാണ്ട് ഇങ്ങനെ കോംബോ കളിച്ച് രാത്രി വരുന്ന സംസാരിച്ചൊരു ഫ്രണ്ട്ഷിപ്പ് കാണിച്ചു, അങ്ങനെ അതൊന്നും അല്ലല്ലോ രസം. അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരാണ് പറയുന്നത് ഇനി വോട്ടില്ല, ശ്രീതു പോവുമെങ്കിൽ പോട്ടെ, എന്തിനാ സേഫ് ഗെയിം കളിച്ച് അങ്ങനെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ. വേറെ നല്ല കണ്ടസ്റ്റൻസ്, അതായത് നല്ല ടാലന്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിൽ അവർക്ക് അതിന്റെ ഇത് കിട്ടട്ടെ, ടോപ്പ് 5 അവർ വരട്ടെ. ചുമ്മാ അങ്ങനെ സംസാരിച്ച് കിടക്കുന്ന ആൾക്കാരെന്തിനാ കയറ്റുന്നത് അല്ലേ. അപ്പൊ ആ അമ്മ പറഞ്ഞു കൊടുത്തത് വേറൊന്നുമല്ല, നീ മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ അടുത്ത് സംസാരിക്കണം, അത് ശ്രീതു അർജുനിന് മാത്രം ഒതുങ്ങി പോരുത് എന്നുള്ളൊരു രീതിയിലാണ്. മാത്രമല്ല
അർജുൻ വന്നിട്ട് അമ്മയുടെ അടുത്ത് ജസ്റ്റ് സംസാരിക്കുന്നുണ്ട്, എങ്ങനെപ്പടി ഇരിക്കുക അങ്ങനെ ഒരു അത് ചോദിച്ചിട്ട് അർജുൻ അങ്ങ് പോവാണ്. അപ്പൊ അമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല അർജുനെയും അർജുന്റെ വീട്ടുകാരെ മാക്സിമം അവർ അവോയ്ഡ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. വേറെ ഒന്നുമല്ല, ആ ഒരു കോംബോ തന്നെയാണ്, മറ്റുള്ള എല്ലാവരോടും അവർ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അമ്മനെ നമുക്ക് കുറെ കുറ്റം പറയാനും പറ്റില്ല. കാരണം അവരുടെ മകളുടെ ഭാവിയെ കുറിച്ചും കൂടി ആലോചിച്ചാണ് അവർ സംസാരിക്കുന്നതെന്ന് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. അത് മനസ്സിലാത്ത പ്രേക്ഷകരാണ് കോംബോ ഇഷ്ടപ്പെടുന്നത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഈ കോംബോ അവരോട് ചെയ്യാൻ പറയുന്നു, കോംബോ ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ കോംബോയിൽ പോകണമെന്ന് പറയുമ്പോൾ അവർക്ക് ഈ 3 ആഴ്ച കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അവർക്കൊരു ഭാവിയുണ്ട്, അവർക്ക് ഒരു നല്ലൊരു കരിയർ ഉണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ ചിന്തിക്കണം. അതെല്ലാം ചിന്തിക്കാണ്ട് വോട്ട് കിട്ടില്ലെങ്കിൽ വേണ്ട. ഇപ്പം ശ്രീധുവിന് അർജുന്റെ വോട്ട് കിട്ടില്ലെങ്കിൽ വേണ്ട. ഇപ്പൊ അർജുൻ അവിടെ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അർജുൻ വോട്ട് ചെയ്യണം. അല്ലാണ്ട് അർജുനോട് ശ്രീധു മിണ്ടുന്നു, ശ്രീധു അർജുൻ കോംബോ ആണെന്ന് പറഞ്ഞിട്ട് അർജുന്റെ ആൾക്കാർ വോട്ട് ചെയ്യുന്ന ആൾക്കാരോട് ശ്രീധു വോട്ട് ചെയ്ത് ശ്രീധുവിനെ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ സേഫ് ഗെയിം കളിക്കുന്ന ആരും അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത നല്ല ആൾക്കാർ നിൽക്കട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ഈ അമ്മയെ നമ്മൾ ഒരുപാട് കുറ്റം പറയാൻ പറ്റില്ല. അവർ അമ്മ എന്ന നിലയിലാണ് അവർ ചിന്തിക്കുന്നത്. നമ്മൾ പക്ഷെ അങ്ങനെയല്ല, നമ്മൾ വെറും പ്രേക്ഷകർ അല്ലെങ്കിൽ നമ്മളൊരു കാഴ്ചക്കാരായിട്ട് നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പലതും തോന്നും. ആ ഒരു കോംബോയിൽ അവർക്ക് പോയി കൂടെ, അവർ ഭയങ്കര അഹങ്കാരിയാണ്, അവർക്ക് എന്താ അർജുനോട് സംസാരിച്ചാൽ, അർജുന്റെ വീട്ടുകാർ സംസാരിച്ചാൽ എന്താന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ നമ്മുടെ മക്കളോ അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ഒരു അമ്മയ്ക്കാണ് ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുക. മക്കളുടെ ഭാവി എങ്ങനെ പോകണമെന്നുള്ളത് അമ്മയാണ്. ആ ഒരു ഗെയിം കൊണ്ട് തീരുന്നതല്ല മകളുടെ ജീവിതം എന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പ്രതികരിച്ചത്. എന്താണെങ്കിലും അവർക്ക് കുറച്ചും കൂടി, അതായത് അവർക്കത് ഇഷ്ടമല്ലെങ്കിൽ അവർക്ക് അവർ മകളോടാണ് അവർ പറയുന്നത്, വേറെ ആരോടും ഒരു കുറ്റമൊന്നും പറയുന്നില്ല. അവരെ മകളോട് പറയുന്നുണ്ട്, നിന്റെ ഗെയിം കുറച്ചും കൂടി നന്നാക്കണം, നീ നന്നായിട്ട് ഒറ്റയ്ക്ക് കളിക്കണം, നിനക്ക് എല്ലാവരോടും സംസാരിക്കണം, നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പക്ഷെ നീ അതൊന്നും ഇവിടെ ചെയ്യുന്നില്ല. ശരിയാണ്, ശ്രീധു വന്നപ്പോൾ മുതൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ശ്രീധു ഒരു സേഫ് ഗെയിമാണ് കളിക്കുന്നതെന്ന്. ശ്രീധു എങ്ങനെയൊക്കെയോ ഇങ്ങനെ നിന്ന് ക്യൂട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിന്ന് പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് എനിക്കും ഫീൽ ചെയ്തിട്ടുള്ളത്. ശ്രീധുവിന്റെ അല്ലാണ്ട് നല്ലൊരു ഗെയിം കളിക്കുന്ന എത്രയോ ആൾക്കാർ പുറത്ത് പോയിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ശ്രീധു അവിടെ നിൽക്കാനായിട്ട് എന്തൊക്കെയോ ഇതുകൊണ്ട്, പിന്നെ പവർ റൂം അല്ലെങ്കിൽ അങ്ങനെ ക്യാപ്റ്റനായി അങ്ങനെ ഇങ്ങനെയൊക്കെ അങ്ങനെ തട്ടിയും മുട്ടിയും പോകുന്ന ഒരാളാണ് ശ്രീധു. അപ്പൊ ഞാൻ പറയുന്നു, അർജുൻ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ഈ അർജുന്റെ ഫാൻസ് ശ്രീധു നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതിന്റെ ആവശ്യമുണ്ട്. ഒരു കോംബോ കളിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ കുറെ കമന്റ്സ് കണ്ടു, ഇപ്പൊ ദിൽഷയുടെ പോലെയാകും അവസാനം ദിൽഷ, നമുക്കറിയാലോ ദിൽഷ റോബിനും, അപ്പൊ റോബിന്റെ കുറെ വോട്ട് ദിൽഷയ്ക്ക് വന്നു, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ കുറെ കമന്റ്സ് ഒക്കെ ഞാൻ കണ്ടു. അങ്ങനെ ഒന്നും നോക്കണ്ട, നമ്മൾ ആരാണ് നന്നായിട്ട് ഗെയിം കളിക്കുന്നത് അവർക്ക് വോട്ട് ചെയ്യുക. ഒരു കോംബോ വന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് സ്പ്ലിറ്റ് ആയിട്ട് കളയേണ്ട യാതൊരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ആ അമ്മ, അവരെ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അവർ വന്ന് അവരുടെ മകളെ ഉപദേശിക്കുകയാണ് ചെയ്തത്. അതൊരമ്മയുടെ കടമയല്ലേ, അവരെ ചെയ്യണ്ട. അല്ലാണ്ട് അവർ ചെയ്യാതെ വന്നിട്ട് ശ്രീധു എല്ലാം അടിപൊളിയായിട്ടുണ്ട്, നീ ഈ കോംബോ കണ്ടിന്യൂ ചെയ്തോ, എന്നാലും നിനക്ക് ടോപ്പ് 5 എത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിനക്ക് എന്നാലും കപ്പ് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ അപ്പോഴും കുറ്റം പറയും ഈ പറയുന്ന ആൾക്കാർ. ഇവരെന്തൊരു അമ്മയാണ്, ഒരു മകളോട് ഇങ്ങനെയാണോ പറയേണ്ടത്, ഇങ്ങനെയാണ് മകൾ ഉപദേശിക്കേണ്ടത്, ഇങ്ങനെ ഒരു കോംബോ കളിക്കുന്നതിന് സപ്പോർട്ട് ഏതെങ്കിലും അമ്മമാര് പെൺമക്കളുള്ള അമ്മമാര് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കും. ആൺകുട്ടികളുടെ പോലെ അല്ലല്ലോ നമ്മുടെ സമൂഹം, അങ്ങനെയാണ്. അങ്ങനെ തിരിച്ചു പറഞ്ഞേന് ഒരു പക്ഷേ തീർച്ചയായിട്ടും അവരതിന് സപ്പോർട്ടാണ്. അവർ ചിരിച്ചു കളിച്ച് അർജുനോട് ഭയങ്കര ഹാപ്പി ആയിട്ട് നിന്നു, അല്ലെങ്കിൽ ഇത് ഈ കോംബോ ഇഷ്ടമെന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു എന്നിരുന്നെങ്കിൽ ഇന്ന് ആ അമ്മയെ നേരെ തിരിച്ചു പറഞ്ഞേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഗെയിം കളിക്കുന്നത് ആരാണോ അവർക്ക് വോട്ട് ചെയ്യുക. അല്ലാതെ നമ്മൾ അവർ വന്ന് ഇങ്ങനെ സംസാരിച്ച് എന്നൊക്കെ പറഞ്ഞ് വെറുതെ എന്തിനാ, അതിന്റെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് അപ്പൊ ഇന്നത്തെ ലൈവിൽ നമ്മൾ കണ്ടത്, അവർ വന്നു, ഫാമിലീസ് വന്നു. എന്നാലും അർജുന്റെ ഫാമിലീസ് അവർക്ക് യാതൊരു പ്രശ്നങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. അവരെല്ലാവരോടും സംസാരിക്കുന്നു, അവർ ശ്രീധുവിനോട് ഒരുപാട് സംസാരിക്കുന്നു, ശ്രീധുവിനെ കുറച്ചും കൂടി ഇതായിട്ട് അവർ സംസാരിക്കുന്നു. ചേച്ചിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നു, ക്യൂട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ശ്രീധുവിനെ അവർ ഒരുപാട് ഇതാക്കുന്നു. പക്ഷെ എന്നിരുന്നാലും ശ്രീധുവിന്റെ അമ്മ ആ ഒരു ലിമിറ്റ് ഇട്ടിട്ടാണ് അവർ എല്ലാവരോടും സംസാരിക്കുന്നത്. ചിലപ്പോൾ അവരുടെ ക്യാരക്ടർ നമുക്കറിയില്ല, അവരുടെ നേച്ചർ എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. എല്ലാവരോടും മിണ്ടിയെടുക്കുന്ന ആൾക്കാരുണ്ട്, ഒതുങ്ങി കൂടുന്ന ആൾക്കാരുണ്ട്. എന്നാലും അവർ മകൾക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട്, നല്ല രീതിയിലുള്ള ഉപദേശമാണ് എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അവർ പറഞ്ഞ ഉപദേശത്തിൽ ഒന്നും തന്നെ മോശമായിട്ടൊന്നും പറയാൻ എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാവും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് കമന്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.